ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും അവർ ഫാമിലി വ്ളോഗ്സിൻ്റെ മറ്റൊരു നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മെറി ക്രിസ്മസ്. എല്ലാവർക്കും അവർ ഫാമിലി വ്ളോഗ്സിൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആയിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നു. ഇനി നമ്മൾ കാത്തിരിക്കുന്നത് ന്യൂ ഇയറിനെയാണ്. 2024 വിട പറഞ്ഞ് 2025 നമ്മൾ സന്തോഷം നമ്മൾ സ്വാഗതം ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക്, അതായത് 2024 പറ്റിയ അല്ലെങ്കിൽ തിരുത്തണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളിൽ ചിലത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആണിത്. നമുക്ക് തന്നെ തോന്നിയിട്ടുണ്ട് 2024 കുറേ പാളിച്ചകൾ പറ്റിയിട്ടുണ്ട്, കുറേ പോരായ്മകൾ പറ്റിയിട്ടുണ്ട്, കുറേ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. ആ കുറേയൊക്കെ തിരുത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ തിരുത്താൻ ശ്രമിക്കുന്ന ഒരു വർഷമായിരിക്കണം 2025. വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ 2025 തിരുത്താൻ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങൾ പറയാം. അത് നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും തിരുത്താൻ സാധിക്കുമോ? എങ്ങനെ തിരുത്താം എന്ന് നമുക്ക് പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ 2025 ജനുവരി 1 തുടങ്ങുമ്പോൾ അന്ന് മുതൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുക. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ചെയ്യണമെന്ന് ആഗ്രഹിക്കും, അതിന് പ്ലാനിങ് ഒക്കെ തയ്യാറാക്കും. പക്ഷെ പലപ്പോഴും കുട്ടികൾക്ക് ലീവൊക്കെ വരുമ്പോൾ അത് ഫ്ലോപ്പായി പോകും. അത് രാവിലെ എഴുന്നേൽക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എനർജിയാണ്. നമുക്ക് കുറേ സമയം ഉണ്ടാവും, കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ മൈൻഡ് ഫുൾ നല്ല ഫ്രഷ്നെസ് നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അത് രാവിലെ എഴുന്നേൽക്കുക, അതാണ് ഞാൻ 2025 ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. പിന്നെ എക്സസൈസ് ഞാൻ ഇതുവരെ ജീവിതത്തിൽ ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണ്. പിന്നെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ ആഹാര രീതിയും കൂടെ ആയപ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒന്ന് ഫാറ്റിയായി എൻ്റെ ബോഡി എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ഉറപ്പിക്കുന്നു 2025 ഞാൻ എക്സസൈസ് ചെയ്യുന്നതിന് വേണ്ടി രാവിലെ കുറച്ച് സമയം മാറ്റിവെക്കും. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഫുഡ് മാക്സിമം കൺട്രോൾ ചെയ്യുക, ക്വാളിറ്റി ഫുഡ് കഴിക്കുക. കൂടുതൽ ആർട്ടിഫിഷ്യലായിട്ടുള്ള ജങ്ക് ഫുഡ്സൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. മാക്സിമം നമ്മൾ വീട്ടിലുണ്ടാകുന്ന ഫുഡ് തന്നെ കഴിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കും. പിന്നെ എന്ന് പറഞ്ഞാൽ സമയം, നമുക്ക് ഏറ്റവും വിലപ്പെട്ട സമയം വെറുതെ അനാവശ്യ കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടാതെയും വെറുതെ പാഴാക്കി കളയാതെയും വളരെ ഫലപ്രദമായ രീതിയിൽ എൻ്റെ സമയത്തെ ഞാൻ വിനിയോഗിക്കാൻ ശ്രമിക്കും. കാരണം എന്ന് പറഞ്ഞാൽ കടന്നു പോകുന്ന സമയം നമുക്കൊരിക്കലും തിരിച്ചു കിട്ടത്തില്ല. പിന്നെ അതേപോലെ ഞാൻ എന്നെ ഒന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കും, എന്നെ ഒന്ന് സ്നേഹിക്കാൻ ശ്രമിക്കും. അതായത് നമ്മളെ തന്നെ സ്നേഹിച്ചാലേ നമുക്ക് മറ്റുള്ളവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ മിക്കവാറും എന്നെ പലപ്പോഴും അവഗണിച്ചു പോയിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു പ്രത്യേക ഒരു പരിഗണനയോ ഒരു പ്രാധാന്യവും ഞാൻ കൊടുത്തിട്ടില്ല. എല്ലാവർക്കും കൊടുത്തതിന് ശേഷം, അല്ലെങ്കിൽ എല്ലാവരും ഹാപ്പി ആയതിനു ശേഷം ഞാൻ ഹാപ്പി ആകാൻ ശ്രമിക്കും. പക്ഷേ എനിക്ക് ഹാപ്പി ആകാൻ പറ്റിയിട്ടില്ല. 2024 വരെയുള്ള എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളാണിത്. അത് പല കാരണങ്ങളും കൊണ്ടാകാം. പക്ഷേ ഈ കാരണങ്ങളൊക്കെ നിലനിൽക്കെ തന്നെ ഞാൻ എന്നെ ഒന്ന് പരിഗണിക്കാൻ ശ്രമിക്കുന്നു, എന്നെ ഒന്ന് സ്നേഹിക്കാൻ ശ്രമിക്കുന്നു, ഞാൻ എനിക്കും സമയം ചിലവഴിക്കാൻ ശ്രമിക്കുന്നു. ഏറ്റവും പ്രധാനമായ കാര്യം എന്ന് പറയുന്നത് എൻ്റെ ആരോഗ്യം. എൻ്റെ ആരോഗ്യത്തിന് ഞാൻ ഇനി നല്ല പ്രാധാന്യം കൊടുക്കും. കാരണം എന്ന് പറഞ്ഞാൽ ആരോഗ്യമാണ് ഏറ്റവും വിലപ്പെട്ടത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ആരോഗ്യമില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും നിലനിന്ന് പോകാനായിട്ട് പറ്റത്തില്ല. നമുക്ക് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടതായിട്ടുള്ള അവസ്ഥ വരും. കൂടുതലും പ്രവാസ ജീവിതമാകുമ്പോഴത്തേക്കും ഞാൻ തീർത്തും ഒറ്റപ്പെട്ട ഒരു ജീവിതമാണ് ഞാനിപ്പോൾ നയിക്കുന്നത്. അപ്പോഴും ഞാൻ എൻ്റെ ആരോഗ്യത്തിന് കുറച്ചും കൂടെ പ്രാധാന്യം കൊടുത്താൽ മാത്രമേ എനിക്ക് നല്ല രീതിയിൽ എൻ്റെ ഈ ജീവിതം പൂർത്തീകരിച്ച് പോകാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ ഏറ്റവും വാല്യുബിളായിട്ടും എനിക്ക് മറ്റുള്ളവർ തരാതെ പോയതും ഞാൻ മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുള്ളതുമായ കാര്യം സ്നേഹം. അർഹിക്കുന്നവർക്ക് മാത്രമേ ഞാൻ ഇനി എൻ്റെ സ്നേഹം പങ്കിട്ട് കൊടുക്കൂ. അർഹതയില്ലാത്തവർക്ക് ഞാൻ ഒരിക്കലും എൻ്റെ സ്നേഹം കൊടുക്കില്ല. കാരണം ജീവിതത്തിൽ അർഹതയില്ലാതെ പലർക്കും സ്നേഹം വാരിക്കോരി കൊടുത്ത് പരാജയപ്പെട്ടു പോയ വ്യക്തിയാണ് ഞാൻ. അത് ഞാൻ തിരിച്ചറിഞ്ഞ് 2024 അതുകൊണ്ട് തന്നെ 2025 മുതൽ ഈ വർഷം മുതൽ ദൈവം എനിക്ക് എത്ര നാൾ ഞാൻ ഈ ഭൂമിയിലുണ്ടാകുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത്രയും നാളും അർഹതപ്പെടുന്നവർക്ക് മാത്രമേ അത് കൊടുക്കൂ. പണ്ടുള്ളവർ പറയത്തില്ലേ, പാത്രം അറിഞ്ഞ് വേണം ആഹാരം കൊടുക്കാനും ഭക്ഷണം കൊടുക്കാനും. അതേ കണക്ക്
നമ്മൾ അർഹിക്കുന്നവരുടെ മുമ്പിൽ, അർഹിക്കുന്നവരുടെ കൂടെ നമ്മുടെ സമയവും നമ്മുടെ ആരോഗ്യവും നമ്മുടെ സ്നേഹവും ഒക്കെ പങ്കിടുമ്പോൾ മാത്രമാണ് അതിന് മൂല്യം ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ അത് വെറും വേസ്റ്റാണ്. പിന്നെ അതോടൊപ്പം തന്നെ സമ്പാദ്യം, നമ്മൾ ജോലി ചെയ്തുണ്ടാക്കുന്ന പൈസ, അതിന് അതിൻ്റെതായിട്ടുള്ള വില കൊടുത്ത് വേണം ജീവിക്കാനായിട്ട്. ആരോഗ്യം, സമ്പത്ത്, ഇത് രണ്ടും എന്ന് പറഞ്ഞാൽ നമ്മൾ സൂക്ഷിക്കേണ്ട രീതിയിൽ സൂക്ഷിച്ചില്ല, പരിഗണിക്കേണ്ട രീതിയിൽ പരിഗണിച്ചില്ല എങ്കിലും നമ്മുടെ കയ്യിൽ അത് ശാശ്വതമായിട്ട് നിലനിൽക്കത്തില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്ത് തിരുത്താൻ വേണ്ടി ശ്രമിക്കാൻ ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. കാരണം നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ മനസ്സിനോട് നമ്മൾ റീഫ്രഷ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇത് മാറണം, ഇത് മാറണം, ഇത് മാറണം. നമ്മൾ പറഞ്ഞുകൊണ്ടേയിരുന്നാൽ മാത്രമേ നമ്മുടെ മനസ്സ് അതിനൊപ്പം വഴങ്ങി വരികയുള്ളൂ. കാരണം ഇത്രയും നാളും ജീവിച്ചിരുന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് പെട്ടെന്ന് ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ അത് നമ്മളെ മൊത്തത്തിൽ നമ്മളെ ബാധിക്കും. അതുകൊണ്ട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക, നിരന്തരം പ്രയത്നിക്കുക. അതാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ. ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാകും. നമ്മൾ രാവിലെ എഴുന്നേൽക്കാത്തവരായതുകൊണ്ട് എഴുന്നേൽക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ എങ്കിലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് പുറത്തു വരിക. തീർച്ചയായിട്ടും നല്ലൊരു വർഷമാകും 2025 നമ്മളെല്ലാവരെയും കാത്തിരിക്കുന്നത്. സങ്കടങ്ങളുണ്ടെങ്കിൽ ആ സങ്കടങ്ങളോടൊക്കെ തൽക്കാലം ഫുൾ സ്റ്റോപ്പ് ഇടുക. എന്നിട്ട് പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആയിരിക്കട്ടെ, നല്ലൊരു പുതുവർഷമായിരിക്കട്ടെ. പുത്തൻ ചിന്തകളോടെ പുതുവർഷത്തെ വരവേൽക്കാൻ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു.